ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അരാം രാജാവായ ബെൻഹദദിൻ്റെ സൈന്യത്തെ ഓടിക്കുവാൻ ജീവനുള്ള ദൈവം ഈ രഥങ്ങളുടെയും കുതിരകളുടെയും ആരവം കേൾപ്പിച്ചു. ഈ ആരവം കേട്ടിട്ട് അരാം രാജാവിൻ്റെ സൈന്യം ആ രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. അത് ശമരിയിലുള്ള ദൈവമക്കൾക്ക് വിജയത്തിൻ്റെ ഒരു നാന്ദി കുറിച്ച ദിവസമായിരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് അരാം സൈന്യം സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്നപാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. ഒരു സമയത്ത് ശമരിക്കെതിരായി നിന്ന ഈ അരാമ്യ സൈന്യം ഇപ്പോൾ അവർ പേടിച്ച് ഓടിപ്പോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാലത്ത് നിങ്ങൾക്കെതിരായി തല ഉയർത്തി നിന്ന ചില ശക്തികൾ, ചില ഞെരുക്കത്തിൻ്റെ ശക്തികൾ, ഞെരുക്കുന്ന ശക്തികൾ, ഭീതിപ്പെടുത്തുന്ന ശക്തികൾ, നിങ്ങളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയ ചില ശക്തികൾ, നിങ്ങളെ കവർന്നു കളയുവാൻ, നിങ്ങളുടെ സ്വത്ത് കവർന്നു കളയുവാൻ നിങ്ങൾക്കെതിരായി നീങ്ങുന്ന ചില ശക്തികൾ, അവർ ഭയപ്പെട്ടോടുന്ന ചില കാലങ്ങൾ വരും. അത് ദൈവം നമ്മെ സന്ദർശിക്കുന്ന കാലമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന കാലമാണ്. നാം അടിമത്തത്തിൽ കിടക്കേണ്ടവരല്ല, നാം വിജയം പ്രാപിക്കേണ്ടവരാണ്. കാരണം നാം ദൈവത്തിൻ്റെ ജനമാണ്. അരാമ്യ സൈന്യത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് ഞെരുങ്ങി വലഞ്ഞ് ക്ഷാമം അനുഭവിക്കേണ്ടവരല്ല ഇസ്രായേൽ ജനം. അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നവർ പോലും അനേകം ക്ഷാമങ്ങളിൽ കഴിയുന്നു. എന്തുകൊണ്ടാണത്? ക്ഷാമം വരുത്തുന്ന അരാമ്യ സൈന്യത്തിൻ്റെ സ്വാധീനം അവിടെ നിൽക്കുന്നു. ആ സ്വാധീനം മാറും. കർത്താവിന് സ്തോത്രം. അരാമ്യ സൈന്യം അവിടെ ശക്തമായി നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് ക്ഷാമമാണ്. എന്നാൽ ജീവനുള്ള ദൈവം അരാമ്യ സൈന്യത്തെ മാറ്റി, ക്ഷാമം മാറ്റി അനുഗ്രഹം വരാനുള്ള ആ പുതിയ വാതിൽ തുറക്കുകയാണ്. അതിന് ദൈവം 4 കുഷ്ഠരോഗികളെ ഉപയോഗിച്ചു. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, ഇങ്ങനെയെല്ലാം സംഭവിച്ചപ്പോൾ 8-ാം വാക്യം, ആ കുഷ്ഠരോഗികൾ, 4 കുഷ്ഠരോഗികൾ അരാം പാളയത്തിൻ്റെ ഒരറ്റത്തെത്തി. ഒരു കൂടാരത്തിനകത്ത് അവർ കയറി തിന്നു കുടിച്ച ശേഷം അവിടെ നിന്ന് പൊന്നും വെള്ളിയും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. ഓ, ക്ഷാമം മാറ്റി ക്ഷേമം തരികയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ട് വിശന്ന് വലഞ്ഞ ഈ ശമരിയിലുള്ള ഈ മനുഷ്യർക്ക് ദൈവം സമൃദ്ധി കൊടുക്കുകയാണ്. ശമരിയിലെ ക്ഷാമം എത്ര കഠിനമായിരുന്നു! ഒരു കഴുതത്തല, ഒരു പ്രാക്കാഷ്ടം, അതിനൊക്കെ ഭയങ്കര വില. ഓരോരുത്തരും തങ്ങളുടെ മക്കളെ കൊന്നു തിന്നുന്ന കാലഘട്ടം. അത്രമാത്രം ക്ഷാമമായിരുന്ന ശമരിയിൽ ഇപ്പോഴിതാ പാവപ്പെട്ട കുഷ്ഠരോഗികൾക്ക് സമൃദ്ധി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവരെ തിന്നു കുടിച്ചു, വയറ് നിറച്ച് കഴിച്ചു. മാത്രമല്ല, അവർക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതും ദൈവം കരുതി. ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് കർത്താവ് സൊല്യൂഷൻ തരിക മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരുതാനുള്ള ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തരും. തലമുറകൾക്ക് വേണ്ടി കരുതാനുള്ളത്. സ്തോത്രം. നിങ്ങളുടെ തലമുറകളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അവരുടെ ഭാവി, അവർക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ദൈവം തരും. പോരാ, ആത്മീയമായി നിങ്ങൾക്ക് ഉയരാനും വളരാനുമുള്ള എല്ലാ റിസോഴ്സുകളും കർത്താവ് തരും. ഇവിടെ തൊട്ടു മുമ്പ് വരെ പട്ടിണിയായിരുന്ന ഈ കുഷ്ഠരോഗികൾ ഇന്ന് സമൃദ്ധിയിലാണ്. അതേ, സമൃദ്ധി തരുന്ന ഒരു ദൈവമുണ്ട്. കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പൊടിയിൽ നിന്ന് നിവർത്തുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ നന്ദിയോടെയും എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിലുമാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. ഒരു കാലത്ത് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. ആഹാരത്തിന് മാർഗം ഉണ്ടായിരുന്നില്ല, വസ്ത്രത്തിന് മാർഗം ഉണ്ടായിരുന്നില്ല, സമാധാനമോ സന്തോഷമോ ഒന്നും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ ജീവനുള്ള ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തൻ്റെ കരം നീട്ടിയപ്പോൾ കർത്താവ് ഞങ്ങളുടെ പട്ടിണി മാറ്റി. ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും മറ്റ് സഹായം ലഭിക്കേണ്ട അനേകർക്കും
സഹായത്തിൻ്റെ കരം നീട്ടി അവരെയും രക്ഷിക്കാനുള്ളത് ദൈവം കൃപയാൽ ഞങ്ങളുടെ മേൽ അനുഗ്രഹമായി ചൊരിഞ്ഞു. ചിന്തിച്ചു നോക്കിയാൽ ഒരു സ്വപ്നം കാണുന്നത് പോലെ തോന്നും. ഒരു സിനിമ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ചരിത്രത്തിലേക്ക് എത്തി നോക്കിയാൽ തോന്നുന്നത്. അതെ, ദൈവം പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ്. കാരണം മാനുഷിക കരങ്ങളെല്ലാം മാറ്റി ജീവനുള്ള ദൈവം തൻ്റെ അത്ഭുതകരം നീട്ടി നമ്മെ വിടുവിക്കും. സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഐശ്വര്യമായി അഭിവൃദ്ധിയായി കഴിയുന്നു. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. അഭിവൃദ്ധി തരുന്നൊരു ദൈവമുണ്ട്. ക്ഷാമം മാറ്റി ക്ഷേമം തരുന്നൊരു ദൈവമുണ്ട്. അത് കൊടുത്തത് അവിടുത്തെ രാജാവിനല്ല, ആദ്യം കൊടുത്തത് ഏറ്റവും നിസ്സാരരായ കുഷ്ഠരോഗികൾക്ക്. അതേ, ജീവനുള്ള ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസേനയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. ആ ശമരിയിലെ രാജാവിന് ആദ്യം സമൃദ്ധി കൊടുത്ത് രാജാവാണ് ജനത്തിന് വിളമ്പി കൊടുക്കുന്നതെങ്കിൽ ശമരിയിലെ രാജാവ് പറയും, ഞാനാണ് ജനത്തിന് കൊടുത്തതെന്ന്. എന്നാൽ പാവപ്പെട്ട കുഷ്ഠരോഗികൾക്ക് ജീവനുള്ള ദൈവം ഒരനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. അവരിലൂടെയാണ് പിന്നെ മറ്റുള്ളവരിലേക്കും രാജാവിലേക്കും ഈ അനുഗ്രഹം വരാനിടയായത്. അതേ സഹോദര, നിന്നിൽ നിന്നുകൊണ്ട് അനേകരെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അനേകം മനുഷ്യരെ, അനേകം ഉന്നതരെ, അനേകം നേതാക്കന്മാരെ ജീവനുള്ള ദൈവം നിന്നിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. ദൈവം തെളിയിച്ചു. എന്താണ് ചെയ്തത്? അവർക്ക് പ്രയാസങ്ങളൊക്കെ മാറി, അവർക്ക് സമൃദ്ധി കിട്ടി. പക്ഷേ അവർക്ക് കിട്ടിയ സമൃദ്ധിയിൽ അവർ മതിമറക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യാതെ അവരൊരു കാര്യം ചെയ്തു. 9-ാമത്തെ വാക്യം. പിന്നെ അവർ തമ്മിൽ ഈ കുഷ്ഠരോഗികൾ 4 പേര് പറയുകയാണ്, അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുല്ലും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു. ആ കുഷ്ഠരോഗികളായ ആളുകളുടെ സമർപ്പണം എന്തൊരു സമർപ്പണമാണ്! സ്വാർത്ഥത വെടിഞ്ഞ്, സ്വന്തം കാര്യം വെടിഞ്ഞ്, അവരുടെ ക്ഷാമം മാറിയപ്പോൾ മറ്റുള്ളവരുടെ ക്ഷാമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദൈവീക സ്വഭാവം. ചിലർ എത്ര സമൃദ്ധി കിട്ടിയാലും അവരുടെ കാര്യം, അവരുടെ വീടിൻ്റെ കാര്യം, അവരുടെ വണ്ടിയുടെ കാര്യം, അവരുടെ കാര്യം മാത്രം ചിന്തിക്കും, മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുകയില്ല. അതൊരു ദൈവിക സ്വഭാവമല്ല. ദൈവിക സ്വഭാവം കൊടുക്കുന്ന സ്വഭാവമാണ്. മറ്റുള്ളവരുടെ വേദനകൾ സെൻസ് ചെയ്യുന്ന സ്വഭാവമാണ്. മറ്റുള്ളവരുടെ പോരായ്മകൾ എന്തെന്ന് എത്തി നോക്കുന്ന സ്വഭാവമാണ്. എങ്ങനെ എന്നിലൂടെ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ കർത്താവിനെ എന്നെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്നതാണ്. എൻ്റെ പ്രിയരെ, അത് ഏത് തുറയിൽപ്പെട്ടവരുമാകാം. മകനെ, നിനക്കല്ലേ പ്രിയമകളെ, നിൻ്റെ എല്ലാ കുറവുകളും പോയിട്ട്, നിൻ്റെ എല്ലാ പോരായ്മകളും മാറിയിട്ട് നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുകയില്ല. ഇല്ലായ്മയിൽ സഹായിക്കുക. ഫിലിപ്പ്യർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പ്യരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചുവെന്ന്. സമൃദ്ധിയുള്ളപ്പോൾ കൊടുക്കാൻ അത്ര വിഷമമില്ല. സമൃദ്ധിയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ സ്തോത്രം. ഒരിക്കലും ഒരു ദൈവദാസൻ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന് അധികം പൈസയൊന്നും കൈവശമില്ല. വീട് പണിയണം, സ്ഥലം വാങ്ങണം. ബാങ്കിൽ ചെന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ജോലിയില്ല, സുവിശേഷ വേലക്കാരനാണ്. അതുകൊണ്ട് ബാങ്ക് മാനേജർ പറഞ്ഞു ലോൺ തരാൻ പറ്റുകയില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി നല്ലവരായ ഏതാനും ദൈവമക്കൾ അവരുടെ കൂടി പ്രോപ്പർട്ടി വെച്ച് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് ലോൺ കിട്ടാൻ സാങ്ഷനാകാൻ പോവുകയാണ്. പക്ഷേ ദൈവം അദ്ദേഹത്തോട് ചോദിച്ചു, മകനെ, നിൻ്റെ ലോൺ സാങ്ഷനായാൽ നീ ദൈവത്തിൻ്റെ വേലയ്ക്ക് മിനിമം ടൈത്ത്, നിൻ്റെ ലോണിൻ്റെ ടൈത്ത് വേർതിരിക്കുമോ? ഒരു ഉന്നതനായ ദൈവദാസനോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും കർത്താവേ. പെട്ടെന്ന് ലോൺ പാസ്സായി. അദ്ദേഹം ദൈവത്തോട് വാക്ക് പറഞ്ഞതുപോലെ ആ ടൈത്ത് തന്നെ ലോൺ എമൗണ്ടിൻ്റെ ആദ്യത്തെ ആ ഗഡു സാങ്ഷനായപ്പോൾ അദ്ദേഹം അതിൽ നിന്നെടുത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തെ ദൈവം പിന്നീട് 10 മടങ്ങായി അനുഗ്രഹിച്ചു എന്നുള്ള സാക്ഷ്യം കേൾക്കാനിടയായി. അത് ഇല്ലായ്മയിൽ നാം
മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇതൊരു വലിയ ആത്മീയ മർമ്മമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. എനിക്ക് ആദ്യ ശമ്പളം കിട്ടിയത് 3500 രൂപയാണ്. അത് മുഴുവൻ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. മുഴുവൻ. ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ മുഴുവൻ മാറ്റിവെച്ചു. പിന്നീടുള്ള മാസങ്ങളിൽ ടൈത്തെന്ന് പറഞ്ഞാൽ 350 രൂപയാണ്. പക്ഷേ പല മാസങ്ങളിലും 1000 രൂപ മാറ്റിവെച്ചു. കർത്താവിന് സ്തോത്രം. എൻ്റെ വ്യക്തിപരമായ പല ആവശ്യങ്ങൾക്കും ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. പക്ഷേ എൻ്റെ കർത്താവ് വിശ്വസ്തനായിരുന്നു. പടിപടിയായി ദൈവം എന്നെ ഉയർത്തി വളർത്തി അനുഗ്രഹിച്ചു. എന്നെ മാത്രമല്ല, എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു. എൻ്റെ സഹോദരങ്ങളെ, അവരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. കർത്താവിന് വേണ്ടി ഒരു പാനപാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടും. ആ ഒരു മനസ്സ് നാം വളർത്തിയെടുക്കണം. കർത്താവിന് സ്തോത്രം. അതൊരു നല്ല മനസ്സാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തു എന്നുള്ള ഒരു വചനം തിരുവചനത്തിലുണ്ട്. അതൊരു നല്ല ദൈവിക ലക്ഷണമാണത്. കർത്താവിന് സ്തോത്രം. മനുഷ്യരെല്ലാവരും ഇങ്ങോട്ട് കിട്ടാൻ കൊതിക്കുന്നവരാണ്. അത് തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ മകനെ, അങ്ങോട്ട് കൊടുക്കാനുള്ള നിൻ്റെ മനോഭാവം എത്രയുണ്ട്? മകളെ, അങ്ങോട്ട് കൊടുക്കാനുള്ളത്. എൻ്റെ പ്രിയ ഭാര്യ, പ്രിയ സാലി ഈ യൂട്യൂബ് ചാനലിൽ പ്രസംഗിക്കാറുണ്ട്, നിരന്തരം ഗാനങ്ങൾ പാടാറുണ്ട്, ഗാനങ്ങൾ എഴുതാറുണ്ട്, ട്യൂൺ ചെയ്യാറുണ്ട്. പ്രിയ സാലി, എൻ്റെ പ്രിയ ഭാര്യ, കർത്താവിന് സ്തോത്രം. സാലിക്ക് MSc പഠനത്തിന് ശേഷം ആദ്യമായി ജോലി കിട്ടിയത് സിന്തൈറ്റ് ഇൻഡസ്ട്രീസിലാണ്. 553 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. വിവാഹത്തിന് ശേഷം എന്നോട് പറഞ്ഞതാണ്. സാലിയും വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ കൃപയാൽ പഠിക്കാൻ ദൈവം അവസരം കൊടുത്തു. അങ്ങനെ നല്ല മാർക്കോടെ പാസ്സായി ജോലി കിട്ടി. ആദ്യത്തെ ശമ്പളം കിട്ടി. അന്ന് ആ വീട് ചോർന്നൊഴുകുകയാണ്. 2-3 വർഷമായി കെട്ടിമേയാൻ കഴിയാത്ത വീട് ചോർന്നൊഴുകുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും മൂത്ത മകളായ സാലിക്ക് കിട്ടിയതായ വരുമാനം അത് വീട്ടിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നു. പക്ഷേ സാലി ആദ്യം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. അല്ല, 560 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 53-56 രൂപയാണ്. പക്ഷേ 100 രൂപ മാറ്റിവെച്ചു. ബാക്കി പൈസ കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തിയത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, അനുഗ്രഹകരമായി ഞങ്ങളുടെ വിവാഹം തുടങ്ങി. ആ കുടുംബത്തിൻ്റെ കാര്യം കഴിഞ്ഞ 32ഓളം വർഷങ്ങളായി ഞങ്ങൾ സ്വർഗീയ കുടുംബജീവിതം നയിക്കുന്നു. ഞങ്ങൾ ഒരേപോലെ ഒരു മനസ്സായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു മനസ്സോടെ നിന്ന് മറ്റുള്ളവരെ പ്രാർത്ഥിച്ചും പല രീതിയിലും സഹായിക്കാൻ ഞങ്ങൾ ഒരു മനമായി നിൽക്കുന്നു. എല്ലാം കർത്താവിൻ്റെ ഒരു കൃപയാണ്. ഹല്ലേലൂയ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമൊരുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. മൂത്തമോൻ ബിടെക് കഴിഞ്ഞു, രണ്ടാമത്തെ മോൻ MBBS കഴിഞ്ഞു, മൂന്നാമത്തെ മോൻ MBBS എയിംസിൽ നിന്ന് പാസ്സായി. അവർ രണ്ടുപേരും MDക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂത്തമോൻ വിവാഹം കഴിച്ചു, മോള് ഡെൻറ്റിസ്റ്റാണ്. ഒരു കൊച്ചുമോൻ ഞങ്ങൾക്കുണ്ട്, തിമോത്തി. ഞങ്ങളുടെ മാതാവും പിതാവും, 87 വയസ്സുള്ള പിതാവും 85 വയസ്സുള്ള മാതാവും സന്തോഷമായി സ്വർഗതുല്യമായൊരു ജീവിതം നയിച്ച് ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, ഒരുമിച്ചാണ് ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് ഈ 4 തലമുറകൾ ഒരുമിച്ചാണ് കർത്താവിൻ്റെ വേല ഞങ്ങൾ ചെയ്യുന്നത്. എന്തൊരു സന്തോഷം! എൻ്റെ പ്രിയരെ, കർത്താവിന് വേണ്ടി കൊടുത്താൽ നഷ്ടമല്ല. ഇന്ന് കർത്താവ് എൻ്റെ കണ്ണുനീർ തുടച്ചെന്ന് മാത്രമല്ല, അനേകർ കണ്ണുനീർ തുടയ്ക്കാൻ ഞങ്ങളെ കർത്താവ് ഉപയോഗിക്കുന്നു. സ്തോത്രം. ഒന്നും നഷ്ടമല്ല. അന്ന് ഇല്ലായ്മയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കൈനീട്ടിയത്, ഒന്നുമില്ലാത്തവരുടെ നേരെ കൈനീട്ടിയത് ഒന്നും നഷ്ടമായില്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. കർത്താവിന് സ്തോത്രം. ഈ കുഷ്ഠരോഗികൾ പറഞ്ഞു, നമുക്ക് സമൃദ്ധി കിട്ടി, നാം മിണ്ടാതിരിക്കരുത്. മറ്റേ ക്ഷാമത്തിൽ കിടക്കുന്നവരുടെ കാര്യം നാം ഒന്നും അറിയണം. അതേവരെയെ ചുറ്റുപാടും അനേകം ക്ഷാമത്തിൽ കിടക്കുന്നവരുണ്ട്. ആത്മീയ ക്ഷാമത്തിൽ കിടക്കുന്നവർ, ഭൗതിക ക്ഷാമത്തിൽ കിടക്കുന്നവർ, നിരാശയിൽ കിടക്കുന്നവർ, ആത്മഹത്യയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ഡൈവോഴ്സിന് വേണ്ടി ചിന്തിക്കുന്നവർ, അവരുടെ അടുക്കിലേക്ക് കടന്നു നിന്നിട്ട് ഈ സദ്വർത്തമാനം അറിയിക്കണം. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഈ കുഷ്ഠരോഗികളുടെ മനോഭാവം നമുക്കുണ്ടോ? അവർക്കൊരു നല്ല ഹൃദയം ഉണ്ടായിരുന്നു. ശരീരത്തിൽ രോഗമുണ്ടായിരുന്നു, പക്ഷേ മനസ്സ് നല്ലതായിരുന്നു. പുറമെയുള്ള
മറ്റുള്ളവർ കാണുമ്പോഴുള്ള ചില നന്മയേക്കാൾ ഹൃദയത്തിൻ്റെ നന്മയാണ് ദൈവം കാണുന്നത്. ഹൃദയത്തിൻ്റെ സൗന്ദര്യം. കർത്താവിന് സ്തോത്രം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, മറ്റുള്ളവരിലും നന്മയുണ്ടെന്ന് കണ്ടെത്തി അത് വളർത്തിക്കൊണ്ടുവരുവാൻ, ഇങ്ങനെയുള്ള ദൈവിക സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കുഷ്ഠരോഗിയെ പോലെ നമുക്കും ചുറ്റുപാട് കണ്ണോടിച്ചിട്ട് ക്ഷാമം അനുഭവിക്കുന്നവരേക്ക് ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷ സന്ദേശം, സദ്വർത്തമാനം അറിയിക്കുവാൻ നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. ദൈവവേലയ്ക്കായി സമർപ്പിക്കാം. ഈ സദ്വർത്തമാന ദൂത് വിളിച്ചു പറയുന്നവരായി നമുക്കും ഈ തലമുറയിൽ നിൽക്കാം. അതിന് കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ നിങ്ങളുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കൈകളെ മലർത്തി പ്രാർത്ഥിക്കുകയോ ചെയ്ത് ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.